പ്രിയനേ ജീവനേ യേശുവേ പ്രാണനേ പ്രിയനേ ജീവനേ യേശുവേ നിനക്കാ ദിനവും എരിയും യേശുവേ നിനക്കാ ദിനവും എരിയും യേശുവേ പ്രാണനേ പ്രിയനേ ജീവനേ യേശുവേ പ്രാണനേ പ്രിയനേ ജീവനേ യേശുവേ യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നമുക്ക് കർത്താവ് നൽകിയ വചനം 80-ാം സങ്കീർത്തനം അതിൻ്റെ 17-18 വാക്യങ്ങളാണ്. നിന്റെ കൈ നിന്റെ വലതുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഈ തിരുവചനത്തില് 2 പ്രധാന കാര്യങ്ങൾ കർത്താവ് വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, ഞാൻ നിന്റെ വിട്ട് പിരികയില്ല. ആമേൻ. 2, ഞാൻ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. അപ്പം അതിനകത്തൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് കൈമാറുന്ന കാര്യം, ദൈവത്തെ വിട്ടു പിരിയാതെ ഇരിക്കേണ്ടതിന് നമ്മൾ ചില പ്രാർത്ഥനകൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആമേൻ. എനിക്കതിനകത്ത് തൊട്ടു മുമ്പിൽ വായിച്ച ഒരു വചനമുണ്ട്, നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ. സ്തോത്രം. അപ്പൊ ചിലരെയൊക്കെ ദൈവം ദൈവത്തിനായിട്ട് തന്നെ വളർത്തുകയാണ്. ആമേൻ. ആമേൻ. യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ദൈവത്തിനായിട്ട് തന്നെ വളർത്തിയേക്കുക. ചെറുപ്രായം മുതൽ, അമ്മയുടെ ഉദരം മുതൽ മരണം വരെ. അപ്പം ആ വ്യക്തിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, നിനക്കായി തന്നെ വളർത്തിയ മനുഷ്യർ. ഇന്ന് ഈ വചനം കേൾക്കുമ്പം ദൈവം നിങ്ങളെ അങ്ങനെ ദൈവത്തിനായിട്ട് മാത്രം വളർത്തിയ, ജനിപ്പിച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ട് പറയാണ്, ആ വ്യക്തിയുടെ മേൽ നിന്റെ കൈ ഇരിക്കണമേ. സ്തോത്രം. കർത്താവേ, നിന്റെ കൈ കൂടെ ഇരിക്കണമേ. ബലമുള്ള കൈ, കുറുകിപ്പോകാത്ത കൈ. സ്തോത്രം. ഇരിക്കണമേ. അപ്പോൾ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കുകയാണെങ്കിൽ അടുത്തൊരു വാക്ക് പറയാ, ഞങ്ങൾ നിന്നെ വിട്ടു മാറുകയില്ല. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുമാറാതെ എനിക്കിരിക്കേണ്ടതിന് എപ്പോഴും നിന്റെ കൈ എൻ്റെ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ. എപ്പോഴും നിന്റെ കൈ കൂടെ ഇരിക്കണമേ. രണ്ടാമത്തെ ഒരു വാക്ക് പറയാണ്, കർത്താവേ, നീ ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഇത് പഴയ നിയമ ഭക്തന്മാരുടെ എല്ലാ ഒരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഞങ്ങളെ ജീവിപ്പിക്കണമേ, നിന്റെ ജീവൻ അയക്കണമേ. സ്തോത്രം. ഹബക്കൂക്ക് പ്രവാചകനും ഇതേ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ സത്യമായിട്ട് അതിൻ്റെ മറുപടി, അവർ ജീവിപ്പിക്കണേ ജീവിപ്പിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചെങ്കിൽ ആ മറുപടി ദൈവം നൽകിയത് ഒരു വ്യക്തിക്കല്ല, സകല ജനത്തെയാണ്. ജീവൻ കൊടുക്കാൻ മാത്രമായി ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ അതിപ്രധാനമായ കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഭക്തന്മാരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ജീവനായ ക്രിസ്തു തന്നെ വെളിപ്പെട്ടു വന്നു. ആ ജീവനായ ക്രിസ്തു വെളിപ്പെട്ടത് കൊണ്ട് നാം ദൈവത്തെ വിട്ട് മാറുകയുമില്ല. സ്തോത്രം. അവന്റെ നാമത്തെ എന്നും നമ്മൾ വിളിച്ചപേക്ഷിക്കും. സത്യമായി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ജയം യേശു ഉള്ളതാണ്. സ്തോത്രം.
ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ ദൈവത്തിന് വേണ്ടി മാത്രം ജനിക്കപ്പെട്ട മനുഷ്യനാണ്. ദൈവത്തിന് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ആമേൻ. 2, നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ കരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ വിട്ട് മാറത്തില്ല. ദൈവം നിങ്ങളെ ജീവിപ്പിച്ചതുകൊണ്ട് എപ്പോഴും അവനോട് പ്രാർത്ഥിക്കുകയും അവൻ്റെ കൂടെ നടക്കുകയും ചെയ്യും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ നീട്ടിയ ഭുജത്താൽ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യും. യേശുപ്പ, അങ്ങയുടെ ബലമുള്ള കരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളോട് കൂടെയുള്ള അങ്ങയുടെ കരത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, അങ്ങത്തെ കരം പിടിച്ച് കർത്താവ് വിട്ടുപിരിയാതെ നടത്തുന്ന ദൈവമകൾ സ്തോത്രം ചെയ്യുന്നു. യേശുപ്പ, അങ്ങ് ഞങ്ങളെ ജീവിപ്പിച്ചതിന് നന്ദി പറയുന്നു കർത്താവെ. ക്രൂശിലൂടെ അങ്ങ് പറഞ്ഞ സകലവിധമായ കർത്താവെ ജീവന്റെ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കുന്നു, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും കർത്താവിന്റെ കരം കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. തിരുവചനം പറയുന്നു, അവന്റെ കൈ എന്നെ ആശ്ലേഷിപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം നിങ്ങളെ എൻകറേജ് ചെയ്യട്ടെ. യോഹന്നാന്റെ തോളിൽ കരം വെച്ച കർത്താവ്, ഒരു കൈ യോഹന്നാന്റെ തോളിലും മറുകൈയിൽ താക്കോലുകളും പിടിച്ച കർത്താവ് നിങ്ങളുടെ തോളിൽ കൈവെക്കുക മാത്രമല്ല, ചിലത് തുറന്നും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ദിവസത്തെ ബ്ലസ് ചെയ്യുന്നു. ഇത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഈ വ്യക്തി, കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സ്പർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഏറ്റവും ജയമായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.